നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില 60,000-ലും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. ആരൊക്കെയാണ് സ്വർണത്തിന്റെ ഉപഭോക്താക്കൾ? അന്താരാഷ്ട്ര വിപണിയിൽ ഗോൾഡ് വലിയ രീതിയിൽ ഇറങ്ങിപ്പോവുകയുണ്ടായി. പക്ഷെ അതിന് ആനുപാതികമായിട്ട് ഇവിടെ ഇറങ്ങാത്തതിന്റെ കാരണം ഈ ഒരു കാരണമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വർണത്തിന്റെ വിലയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വർണം മുന്നോട്ട് പോകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അതേസമയത്ത് താഴോട്ട് പോകാനുള്ള സാധ്യത. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്. അതിന്റെ ഫ്ലക്ച്വേഷൻസ് നിയന്ത്രിക്കുന്നത് വ്യത്യസ്തമായ ഘടകങ്ങളാണ്. പക്ഷേ നമ്മൾ ഒരു ഫെബ്രുവരിക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണവില വീണ്ടും കുറയാനാണ് സാധ്യത. അന്താരാഷ്ട്ര വിപണിയുടെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 8-നാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. ഒക്ടോബർ 21-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇതിനുശേഷം സ്വർണ്ണവില 5,000 രൂപയോളം കുറഞ്ഞുവെങ്കിലും പിന്നീട് അല്പം ഉയർന്നു. ഇതോടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്ന കൺഫ്യൂഷനിലാണ് പലരും. ഈ വിഷയം തന്നെയാണ് ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് രതീഷ് കണ്ണങ്കര CFB ആണ്. സർ, ഈ സ്വർണ്ണവില എങ്ങനെ മാറിമറിഞ്ഞാലും ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് സ്വർണം സുപ്രധാനമാണ്. തുടർച്ചയായ 8 ആഴ്ചയാണ് സ്വർണ്ണവില കുതിച്ചു കയറിയത്. ആ ഒരു കുതിച്ചു കയറ്റത്തിന് ശേഷം ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് എങ്കിലും വീണ്ടും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സ്വർണ്ണവിലയിൽ ദീർഘകാലത്തിലും ഹ്രസ്വകാലത്തിലും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത. ഹ്രസ്വകാലത്തിലേക്ക് അല്ലെങ്കിൽ ഇടക്കാലത്തിലേക്ക്, കുറഞ്ഞ കാലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വിലയിൽ ചാഞ്ചാട്ടങ്ങൾ, പ്രത്യേകിച്ചും ഫ്ലക്ച്വേഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഹൈലി വോളറ്റൈൽ ആയിരിക്കാം, അത് കയറി ഇറങ്ങുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഫെബ്രുവരിക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണവില വീണ്ടും കുറയാനാണ് സാധ്യത. ഈ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. ഔൺസിന് $100 കഴിഞ്ഞ ദിവസം വർദ്ധിക്കുകയും അതിന്റെ ഫലമായി കേരളത്തിലും നേരിയ വിലക്കയറ്റം അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ ആഴ്ച സ്വർണ്ണവില കയറ്റത്തിനാണോ ഇറക്കത്തിനാണോ വിപണി സാക്ഷിയാകുക? നിലവിലെ ഒരു വിപണിയുടെ ട്രെൻഡ് ഏത് ദിശയിലാണ്? സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ സ്പോട്ട് പ്രൈസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പെക്കുലേറ്റീവ് കൗണ്ടർ. ഇത് രണ്ടും പ്രധാനമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളാണ് അതിൻ്റെ സ്പോട്ട് പ്രൈസിനെ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിലയെ സംബന്ധിച്ച് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പെക്കുലേറ്റീവ് കൗണ്ടറിൽ അഥവാ ഇതിൽ ഊഹക്കച്ചവടം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്വർണ്ണവിലയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ സ്വർണത്തിനെ ദീർഘകാല പൊസിഷനായിട്ട് എടുത്തു വെക്കുന്ന ഊഹക്കച്ചവടക്കാർ അത് ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഡൗൺ സൈഡ് വന്നപ്പോൾ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്രസ്വകാലത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ അവർ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. വളരെ താഴെ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് താഴേക്ക് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു ട്രെൻഡ് ഉള്ളത്, ഈ പ്രത്യേകിച്ചും ഊഹക്കച്ചവടക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവധി വ്യാപാരക്കാരെ സംബന്ധിച്ച്, സ്പെക്കുലേറ്റേഴ്സിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ സ്വർണത്തിന്റെ ഉയർന്ന വിലയിൽ വിൽക്കുകയും അവർ താഴേക്ക് വരുന്ന സമയത്ത് അത് വാങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഹ്രസ്വകാലത്തിൽ വരുന്ന ഒരാഴ്ചയിൽ ഫ്ലക്ച്വേഷൻസ്, മുകളിലോട്ടും താഴോട്ടുള്ള ഫ്ലക്ച്വേഷൻസിനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. വരുന്ന ഡിസംബർ വരെയും ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമുള്ള ഫ്ലക്ച്വേഷൻസ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദീർഘകാലത്ത് നോക്കിയാൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളാണ് ദീർഘകാല സ്വർണത്തിന്റെ വിലയെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിലൊന്ന് എന്ന് പറയുന്നത് US എക്കോണമി അല്ലെങ്കിൽ US ഡോളറിന്റെ റേറ്റിലുള്ള അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡോളർ എത്രത്തോളം സ്ട്രെങ്ത് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ US എക്കോണമി വളരെ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അവരുടെ 35 വർഷത്തെ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിൽ നിന്നും അവർ മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ US എക്കോണമി വളർന്നതനുസരിച്ചിട്ട് ഗോൾഡിന്റെ വില താഴേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ US ഡോളറിന് തിരിച്ചാണ് ഇത് സംഭവിക്കുന്നത്, ഗോൾഡിന്റെ വില താഴേക്ക് പോകാനുള്ള ഒരു കാരണമാണ്. മറ്റൊരു കാരണം പണപ്പെരുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ US പണപ്പെരുപ്പത്തിലെ 35 വർഷത്തെ ഏറ്റവും വലിയ പണപ്പെരുപ്പം അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അത് ഗോൾഡിന് നെഗറ്റീവായിട്ട് തിരിച്ചാണ് സംഭവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലോബലിൽ ഉണ്ടാകുന്ന വ്യാപാര കരാറിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിഹാരം കാണുന്നതനുസരിച്ച് ഗ്ലോബൽ ടെൻഷൻ, അൺസർട്ടനിറ്റി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടും സ്വർണ്ണവില തിരിച്ച് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ ഈ സ്വർണ്ണവില 1 ലക്ഷം രൂപ കടക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വർണത്തിന്റെ വിലയിൽ ചാഞ്ചാട്ടം ഉള്ളതുകൊണ്ട് തന്നെ
ഈ പറഞ്ഞതുപോലെ അവധി വ്യാപാരകാലം പ്രത്യേകിച്ചും സ്പെക്കുലേറ്റേഴ്സിന്റെ ഇടപെടൽ കൂടുതൽ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹ്രസ്വകാലത്തിലെ ചാഞ്ചാട്ടത്തിനുള്ള ഒരു കാരണം. ദീർഘകാലത്തിലെ അടിസ്ഥാനപരമായ കാരണങ്ങളാണ് ബാധിക്കുന്നത്. ആ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ സ്വർണത്തിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം കയറാനുള്ള കാരണങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണം വീണ്ടും 1 ലക്ഷത്തിലേക്ക് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒക്കെ അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് സ്വർണ്ണവില 60,000 രൂപ വരെയൊക്കെ താഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില 60,000-ത്തിലും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പറയാനുള്ളത്, സ്വർണ്ണവില മുകളിലേക്കും താഴേക്കും വന്ന ഒരുപാട് ചരിത്രങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ 2011 മുതലുള്ള സ്വർണത്തിന്റെ വിലയെ പരിശോധിച്ചാൽ 2011 $1,900 ആയിരുന്നു $1 2011 ജനുവരി മാസത്തിൽ $1,300 ഉണ്ടായിരുന്നത് $1,354 ഉണ്ടായിരുന്നത്. അത് 2011 സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ഏകദേശം 1,900 അക്കാലത്തെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് പോകുന്നു. പിന്നീട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, അന്താരാഷ്ട്ര വിപണിയിൽ 1,900 നിന്നും അത് ക്രമേണ താഴേക്ക് വന്ന് 2013 ഒക്കെ ആകുമ്പോഴേക്കും അത് 2014 ലെവലിൽ ആകുമ്പോഴേക്കും $1,000 ആയിട്ട് ഏകദേശം 50%, 1,900 നിന്നും 1,000-ലേക്ക്, പിന്നെ ചില മാർക്കറ്റുകളിൽ, സ്പെക്കുലേറ്റീവ് മാർക്കറ്റിൽ $950 വരെ വന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലക്കയറ്റവും വിലയിറക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ കമ്മോഡിറ്റിയാണ്. സ്വർണം 24 മണിക്കൂറും ട്രേഡ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ അതിന്റെ വില പകുതിയായിട്ട് അല്ലെങ്കിൽ 50% വരെ താഴേക്ക് പോയ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അക്കാലത്ത് പ്രത്യേകിച്ച് 2011 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് വലിയ ഫാൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ അത് അനുഭവപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 44 രൂപ ഉണ്ടായിരുന്ന, 43 രൂപ ഉണ്ടായിരുന്ന ഈ രൂപയുടെ മൂല്യം 64 രൂപയിലേക്ക് താഴേക്ക് പോയി ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ശരിക്കും 2011 മുതൽ 2014 വരെ ഗോൾഡ് ഇന്റർനാഷണൽ ലെവലിൽ താഴെ പോയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അതേ തലത്തിൽ തന്നെ നിന്നിട്ടുള്ളത്. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മാർക്കറ്റിൽ ഒരിക്കലും സ്വർണം താഴേക്ക് പോയിട്ടില്ല എന്ന്. കാരണം എന്ന് പറയുന്നത് അതിന് 2 കാരണങ്ങളാണ്. അത് റുപ്പിയുടെ അല്ലെങ്കിൽ രൂപയുടെ മൂല്യശോഷണം വളരെ വലിയ രീതിയിൽ. പ്രത്യേകിച്ചും 54% റുപ്പി മൂല്യശോഷണം സംഭവിച്ച കാലഘട്ടമാണ് 2008 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് രൂപയുടെ നമ്മുടെ പണപ്പെരുപ്പ് ഏറ്റവും കൂടിയത്. ഈ കാലഘട്ടത്തിലാണ് സ്വർണത്തിന്റെ വില നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൂടിയത്. പക്ഷേ 2011 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഗോൾഡ് വലിയ രീതിയിൽ ഇറങ്ങിപ്പോവുകയുണ്ടായി. പക്ഷെ അതിന് ആനുപാതികമായിട്ട് ഇവിടെ ഇറങ്ങാത്തതിന്റെ കാരണം ഈ ഒരു കാരണമാണ്, രൂപയുടെ മൂല്യശോഷണമായിരുന്നു. നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ സംഭവിച്ചതുപോലെ പെട്ടെന്ന് വലിയൊരു ഇടിവ് ഗോൾഡിനും സംഭവിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്രയും ഒരു വലിയ ഇടിവ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? സ്വർണത്തിന്റെ വിലയിലെ വലിയ ഇടിവ് സംഭവിക്കണമെങ്കിൽ ആഗോള ടെൻഷനുകൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവ് സംഭവിക്കണമെങ്കിൽ രൂപയുടെ അപ്രീസിയേഷൻ, രൂപ 88 രൂപയിൽ നിന്നും 85 രൂപയോ 83 രൂപയോ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. സ്വർണത്തിന്റെ വിലയിൽ ഇടിവ് സംഭവിക്കണമെങ്കിൽ അന്താരാഷ്ട്ര വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അതുപോലെ പണപ്പെരുപ്പം വളരെ വലിയ രീതിയിൽ കുറയണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വർണത്തിന്റെ വിലയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുമുണ്ട്. സ്വർണത്തിന്റെ വിലയും റിയൽ എസ്റ്റേറ്റിന്റെ വിലയും താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം രണ്ടിനെയും ബാധിക്കുന്ന വ്യത്യസ്തമായ ഘടകങ്ങളാണ്. ഓരോ നിക്ഷേപത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനെ സംബന്ധിച്ചും അതിനെ വിലയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അപ്പൊ സ്വർണത്തെ സംബന്ധിച്ച് സ്വർണത്തിന് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായതുപോലെ ഒരു ഇടിവ് എന്ന് പറയുമ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റിൽ പല സ്ഥലത്തും വ്യത്യസ്തമായ വിലയാണുള്ളത്. സ്വർണത്തെ സംബന്ധിച്ച് ഇന്നത്തെ നിലയിൽ അതിന്റെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ 1.5 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റത്തിന്റെ കാരണങ്ങൾ ഇന്ന് നിലവിൽ അത്രയും ശക്തമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണം മുന്നോട്ട് പോകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അതേസമയത്ത് താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ ചിലപ്പോൾ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ഈ സ്വർണത്തിന് വില കൂടുന്നത് കാണാറുണ്ട്. ഒരു ദിവസം തന്നെ പലതവണ സ്വർണ്ണവില മാറുന്നത് എന്തുകൊണ്ടാണ്?
ഒപ്പം തന്നെ ഈ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ഒരു ആഗോള ഉൽപ്പന്നമാണ്. സ്വർണം എന്ന് പറയുന്നത് അതിരുകൾക്കപ്പുറം ഭൂലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വ്യവഹാരം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ സിംഗപ്പൂർ മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റ്, ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വ്യാപാരം നടക്കുന്ന ഉൽപ്പന്നമാണ് സ്വർണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോക്കൽ മാർക്കറ്റിലുള്ള റബ്ബറിന്റെയോ അല്ലെങ്കിൽ അരിയുടെയോ വ്യാപാരം നടക്കുന്ന പോലെയല്ല സ്വർണത്തിന്റെ വ്യാപാരം. അത് 24 മണിക്കൂറും ട്രേഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സ്വർണത്തിന്റെ കൗണ്ടർ പാർട്ടീസ്, ആരൊക്കെയാണ് സ്വർണത്തിന്റെ ഉപഭോക്താക്കൾ, അത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റേഴ്സിന്റെ ബയർ സെല്ലർ അനുപാതം സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത് എന്നുള്ളത് പറഞ്ഞാൽ സ്വർണത്തിന്റെ മൊത്തമുള്ള ഡിമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം 4000 ടണ്ണ് ഒരു വർഷം ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിൽ 2000 ടണ്ണോളം ജുവലേഴ്സ് ആണ്. അതിൽ 500 ടൺ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കൺസ്യൂമർ ഇന്ത്യയാണ്. അതിന്റെ ഒരു 10% അല്ലെങ്കിൽ 20% കൺസ്യൂം ചെയ്യുന്നത് കേരളവുമാണ്. അപ്പോൾ ഒന്ന്, ജുവലേഴ്സിന്റെ ഡിമാൻഡ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സീസണൽ ട്രെൻഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള സ്വർണത്തിന്റെ വിലയെ തീരുമാനിക്കുന്നത്. ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ രൂപയുടെ നമ്മുടെ കൈകളിൽ എത്തുന്നത്, സ്വർണം നമ്മുടെ കൈകളിൽ എത്തുന്നത് നമ്മുടെ രൂപയുടെ മൂല്യത്തിലാണ്, അല്ലെങ്കിൽ രൂപയുടെ രൂപത്തിലാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. സ്വർണം ആഗോളതലത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഔൺസിന് ഡോളറിന്റെ കണക്കിലാണ്. ഒരു ഔൺസ് എന്ന് പറയുന്നത് 31.1 ഗ്രാം ആണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് $4100 കൊടുക്കണം. നമ്മുടെ കൈകളിൽ അത് എത്തുന്നത് 1 ലക്ഷം രൂപയോ 95,000 രൂപയോ എന്നുള്ള രൂപയുടെ കണക്കിലാണ്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്. അതിന്റെ ഫ്ലക്ച്വേഷൻസ് നിയന്ത്രിക്കുന്നത് വ്യത്യസ്തമായ ഘടകങ്ങളാണ്. അതിലൊരു ഘടകം സ്പെക്കുലേറ്റേഴ്സ് ആണ്, മറ്റൊരു ഘടകം ജുവലേഴ്സ് ആണ്, മറ്റൊരു ഘടകം സെൻട്രൽ ബാങ്കുകളാണ്, മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ 70% സ്വർണത്തിലും 30% ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും പോകുന്നുണ്ട്. ഗോൾഡ് കോയിൻ, ETF അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം തന്നെ സ്വർണ്ണ വിലയുടെ തീരുമാനം എത്ര വരണം എന്നുള്ള തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്.